ഒരു USB ഉപാധി, അതായത് ഫ്ലാഷ് ഡ്രൈവ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഐപോഡുകൾ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാമറ, സ്കാനർ, അതുപോലുള്ള ഉപാധികൾ USB പോർട്ടിലൂടെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ കണക്ട് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഐപോഡ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഐപോഡ് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പെട്ടെന്ന് ഇവിടെ വന്നു. റിമൂവബിൾ ഡിസ്ക് എന്ന പേരിലാണ് ഇത്തരം സംഗതികളെ അറിയപ്പെടുക. റിമൂവബിളാണ്, ഇത് ആവശ്യം പോലെ മാറ്റാവുന്നത് കൊണ്ടാണ് നമുക്കിതിനെ റിമൂവബിൾ എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡ്രൈവർ ഫയൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് സാധാരണ ഉപാധിയായ കാരണം പെട്ടെന്ന് ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി ഇത് ആക്സസ് ചെയ്യാനായിട്ട് മൈ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിമൂവബിൾ ഡിസ്ക് എന്ന പേരിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉപാധി 2ൽ കൂടുതൽ ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക് 1 എന്നും ഡിസ്ക് 2 എന്നൊക്കെ കാണാനായിട്ട് സാധിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഉപാധി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ പ്ലഗ് ചെയ്യുന്നതുപോലെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഊരിയെടുക്കരുത്. ഊരിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഊരുന്നതെങ്കിൽ അത് USB അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിക് മെമ്മറി, അതിനകത്ത് ഒരു സ്റ്റാറ്റിക് മെമ്മറിയാണ്, ആ മെമ്മറി കേട് വരാൻ വളരെയധികം ചാൻസുകളുണ്ട്. അതുകൊണ്ട് ഇത് സേഫ്ലി റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് തുറന്ന് വയ്ക്കാൻ പോവുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപാധി തുറന്നിരിക്കുന്നുണ്ട്. അതിന് ഈ അവസരത്തിൽ ഞാനിത് ക്ലിക്ക് ചെയ്തിട്ട് സേഫ്ലി റിമൂവ് USB മാസ് സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. വിൻഡോസ് കാൺ സ്റ്റോപ്പ് യുവർ ജനറിക് വോളിയം ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത് ഊരാൻ പാടില്ല എന്നാണ് അർത്ഥം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോൾഡർ ഇവിടെ തുറന്നു വെച്ചിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ ഇതിന് ശ്രമിക്കാൻ പാടുള്ളൂ. ഈ അവസരത്തിൽ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ദിസ് ഡിവൈസ് ക്യാൻ നൗ ബി സേഫ്ലി റിമൂവ്ഡ് ഫ്രം യുവർ, വളരെ സേഫായിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഉപാധി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി വർക്കിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഉപാധി ഊരിയെടുക്കരുത്. അതിൻ്റെ പ്രത്യേകിച്ച് USB ഡ്രൈവ്സ്, ഫ്ലാഷ് ഡ്രൈവ്സ്, അതുപോലെ തന്നെ ഐപോഡുകളെല്ലാം അതിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫോൾഡറുകളും ഫയലുകളും അടച്ചതിന് ശേഷം മാത്രമേ അത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ അത് ഊരിയതിന് ശേഷം ഒരു ഫ്ലാഷ് മെമ്മറി ഇതിനായിട്ട് കണക്ട് ചെയ്യാണ്. ഫ്ലാഷ് മെമ്മറി കണക്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കണ്ടൻറ്റ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ആക്സസ് ചെയ്തെടുക്കാം. ഇപ്പോഴും മൈ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിമൂവബിൾ ഡിസ്ക് എന്ന് തന്നെയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് അതിൻ്റെ കണ്ടൻറ്റ് കാണാനായിട്ട് സാധിക്കും. ഈ കണ്ടൻറ്റ് വിൻഡോ തുറന്നിരിക്കുന്ന അവസരത്തിൽ ഇത് നമ്മൾ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് വരും. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ഇത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഫയലുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ഇത് ഊരാൻ പാടുള്ളൂ. ഈ ഉപാധിയിൽ 2 തരത്തിൽ ക്ലിക്ക് ചെയ്യാം. ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ആ ഉപാധി വീണ്ടും കണക്ട് ചെയ്യാണ്. ഈ അവസരത്തിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്ലി റിമൂവ് ഹാർഡ്വെയർ എന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആണ് വരിക. വലിയൊരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. ഇതിൽ സ്റ്റോപ്പ് കൊടുക്കുക, വീണ്ടും നമ്മൾ ഓക്കെ കൊടുക്കുക. ഈ അവസരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ, മെസ്സേജ് ബോക്സിൽ ഓക്കെ കൊടുത്തുകൊണ്ട് വളരെ സേഫായിട്ട് നമുക്ക് ആ USB ഡ്രൈവ് ഫയൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കും.